ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കറിയൊന്നും ഇല്ലാതെ നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റും. ഇത് രാത്രി ഡിന്നറിനും നമുക്കിത് ഉപയോഗിക്കാം. മില്ലറ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ഡയബറ്റിക്കുകാർക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. മില്ലറ്റിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് ഡയബറ്റിക്കുകാർക്ക് ഇത് നൈറ്റിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓവർനൈറ്റ് കുതിർത്തിയ അരക്കപ്പ് മില്ലറ്റാണിത്. ഇത് 8 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. ഡിന്നറിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ടാൽ മതിയാകും. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ മില്ലറ്റ് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു കപ്പിലേക്ക് ഊറ്റി മാറ്റാം. അരിയായാലും മില്ലറ്റായാലും നമ്മൾ അരക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തരച്ചാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. നമ്മൾ ഈ ഊറ്റി മാറ്റിയ വെള്ളം നമുക്ക് പിന്നീട് ബാറ്ററിൽ ചേർക്കാൻ ആവശ്യം വരും. അതുകൊണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്തിയ മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. മില്ലറ്റിനൊപ്പമോ അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചിപ്പോൾ ലൂസാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇത് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. നല്ല പൊട്ടുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇത് നമ്മൾക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി മൂടി വെച്ച് അരച്ചെടുത്തിട്ട് വരാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ്, നല്ല കട്ടിയാണ്. പക്ഷെ കുറച്ചുകൂടി അരയാനും ഉണ്ട്. ഇത് പൊട്ടറ്റോ നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ച മില്ലറ്റ് കുതിർത്തിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ എണ്ണയിൽ വാട്ടി ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ ബാറ്റർ മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സവാളയും തക്കാളിയും ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. പച്ചമുളക് വലിയ സൈസിലുള്ളത്, എരിവ് കുറവുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് ചേർത്താൽ മതിയാകും. ഇനി മീഡിയം ഹീറ്റിൽ 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ബാറ്ററിലോട്ട് ചേർത്തിട്ട് വീണ്ടും നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം പാകമാകും. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഈ എണ്ണയിൽ വാട്ടിയെടുത്ത ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കോറിയൻഡർ ലീവ്സ് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് തിക്കാണ്. നമ്മൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള അയവല്ലെങ്കിൽ ഇത് നമുക്ക് വെന്ത് കിട്ടില്ല, ഉള്ളിൽ വേകാതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കലക്കിയെടുക്കേണ്ടത്. പാലപ്പം ബാറ്ററിൻ്റെ അയവുണ്ടായിരിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഇത് അപ്പച്ചട്ടിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഒരു അപ്പച്ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ കുറച്ചുകൂടി കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ കൂടി ചേർക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്റർ 1 തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം.
3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് മറിച്ചിടുന്നത്. ഇത് നമുക്കിത് മറിച്ചിടാം. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്നും മാറാതെ കിട്ടും. ഇനി മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയ അപ്പമാണ്. അവസാനത്തെ ആയതുകൊണ്ട് ഇത് കുറച്ച് ചെറിയ സൈസിലുള്ളതാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ 1/2 കപ്പ് മില്ലറ്റ് കൊണ്ട് നമ്മൾ 7 അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവസാനത്തേത് കുറച്ച് ചെറുതാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നല്ല വലുതാണ്. ഒത്തിരി കൂടുതൽ ബാറ്റർ ഒഴിച്ചുണ്ടാക്കിയാൽ ഇത് ഉള്ളിൽ വേകാതെ വരും, പിന്നെ പുറമെല്ലാം കരിഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു തവി വീതം ഒഴിച്ച് നമ്മൾ ഇതുപോലെ ചെറിയ അപ്പം പോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.